ആത്മീയ കഥകളുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഏവർക്കും ശുഭം നേരുന്നു. മമതയരുത് എന്നതാണ് ഇന്നത്തെ വിഷയം. ഭഗവത്ഗീത പറയുന്ന 18 പടികളിൽ 15-ാമത്തേതായിട്ടാണിത് വരുന്നത്. മമത മമ എന്ന വാക്കിൽ നിന്നാണ് വരുന്നത്. ഭഗവത്ഗീതയുടെ ആദ്യ ശ്ലോകം നോക്കിയാൽ ഈ മമ നമുക്ക് കാണാൻ പറ്റും. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവ മാമകാ പാണ്ഡവശ്ചൈവ കിമകുർവത സഞ്ജയ എന്ന ധൃതരാഷ്ട്രരുടെ ചോദ്യത്തിൽ നിന്നാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത്. അതിലെ മാമക പാണ്ഡവാശ്ചൈവ എന്ന 2 വാക്കുകൾ പ്രത്യേകം ശ്രദ്ധയർഹിക്കുന്നു. എൻ്റെ ആൾക്കാരും പാണ്ഡുപുത്രന്മാരും എന്തു ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. എൻ്റെ മക്കളും എന്നുള്ളത് ധൃതരാഷ്ട്രരുടെ ഊന്നൽ, ആ ഉദ്വേഗത്തിൻ്റെ, ആ ഉത്കണ്ഠയുടെ ആഴം ഈ മാമക എന്ന വാക്കിൽ അടങ്ങിയിരിക്കുന്നു. എൻ്റെ എന്നുള്ളത് എൻ്റെ ആൾക്കാരും മറ്റുള്ളവരും പാണ്ഡുപുത്രന്മാരും. അപ്പോൾ 2ആയി കാണുന്നു. ഈ 2ആയി കാണുന്നതിൻ്റെ ആ ഒരു ദുഃഖമാണ് ധൃതരാഷ്ട്രർ അനുഭവിക്കുന്നത്. ധൃതരാഷ്ട്രർ അന്ധനാണ്, ജന്മനാ അന്ധനാണ്. അതിനപ്പുറം പുത്രസ്നേഹത്താൽ വലിയൊരു അന്ധതയും കൂടി അദ്ദേഹത്തെ ബാധിച്ചു. അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പിന്നീട് കാരണമാകുന്നു. പിന്നെ അത് തിരുത്താനുള്ള ഒരാൾ അമ്മയാണ്, ഭാര്യയാണ്, ഗാന്ധാരിയാണ്. ഗാന്ധാരിയും തുടക്കത്തിൽ തന്നെ തൻ്റെ കണ്ണ് മറച്ചു, കാഴ്ചയെ മറച്ചു, സത്യത്തെ മറച്ചു. ഇതിൻ്റെ ഫലമായിട്ടാണ് പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങളെല്ലാം തന്നെ. അപ്പോൾ ഈ മമത എന്നുള്ളത് മമ എന്ന വാക്കിൽ നിന്ന് അതിനോട് താ ചേർക്കുമ്പോൾ എൻ്റേത്, എനിക്കുള്ളത്, ഞാൻ എന്നൊക്കെയുള്ള വഴികളിലേക്കത് തിരിയും. നമ്മുടെ ശരീരത്തിനകത്ത് നാം തന്നെ അറിയാതെ മനസ്സിനകത്തും ഈ അഹംബോധം, ഞാൻ എന്ന ബോധം നിറയുന്നുണ്ട്. എത്ര ഞാൻ ഉണ്ട് എന്ന് മനസ്സിലേക്ക് നോക്കിയാലേ അറിയുള്ളൂ. ആഴത്തിൽ നമ്മൾ നോക്കുമ്പോൾ മാത്രമേ അറിയുള്ളൂ ഈ ഞാനെന്ന ഭാവത്തിൻ്റെ വ്യാപ്തിയും ആഴവും. ഒരാളിൽ തന്നെ അനേകം ഞാനുണ്ട്. സുന്ദരനായ ഞാൻ, കരുത്തനായ ഞാൻ, പണക്കാരനായ ഞാൻ, പ്രശസ്തിയുള്ളവനായ ഞാൻ, ഇങ്ങനെ അനേകം ഞാനുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഓരോ ചെറിയ ചെറിയ ഒരു ഗർവ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ കടന്നുകൂടുകയും അത് നമ്മുടെ പ്രവൃത്തികളിൽ നിഴലിക്കുകയും ചെയ്യും. അത് നമ്മുടെ ജീവിതത്തെ ആകെ സാരമായി ബാധിക്കുകയും ചെയ്യും. ഈ മമതയരുത് എന്നാണ് ഗീത ഉപദേശിക്കുന്നത്. ആ ധൃതരാഷ്ട്രരുടെ കാര്യം വിട്ട് പോയാൽ നമുക്ക് നമ്മുടെ തന്നെ ഒരു കുടുംബാവസ്ഥ നോക്കാം. തറവാടുകളെപ്പറ്റി. പഴയ തറവാടുകളിൽ കാരണവന്മാർ ഭരിച്ചിരുന്ന കാലം, അവിടെ കാരണവരുടെ മക്കളും മറ്റ് മക്കളും എന്നുള്ളത് വരും, സ്വന്തം മക്കളും മരുമക്കളും എന്നുള്ള അർത്ഥം വരും. അവർ തമ്മിൽ ഒരു പക്ഷപാതം കാരണവർ കാണിക്കുമായിരുന്നു. ഈ പക്ഷപാതം കാണിക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്താ ഉണ്ടാകുന്നത്? അവിടെ സ്വത്തിന്മേൽ തർക്കം വരുന്നു. അങ്ങനെ എത്രയോ തറവാടുകൾ കേസായി, കൂട്ടമായി, കോടതിയായി, വഴക്കായി അങ്ങനെ നീണ്ട് കുളം തോണ്ടിപ്പോയി എന്ന് തന്നെ നമ്മുടെ നാട്ടുകാർ പറയും. അങ്ങനെ ഇതൊരു ചെറിയ ഉദാഹരണം. നമുക്ക് എങ്ങനെ ഈ ധൃതരാഷ്ട്ര കഥയും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്താം എന്നുള്ളതാണ് നോക്കുന്നത്. ഇനി അതിരിക്കട്ടെ, കുടുംബത്തിൻ്റെ കഥയിരിക്കട്ടെ. പിന്നെ നോക്കാവുന്നത് നമ്മുടെ ഭരണകൂടത്തെക്കുറിച്ചാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ അവിടെ ധാരാളം കക്ഷികളുണ്ട്. ആ കക്ഷികൾക്ക് തമ്മിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്. അതിനെ ചൊല്ലി അവർ എൻ്റേതെന്നും അന്യൻ്റേതെന്നും കാണുകയും
അവർ തമ്മിൽ തർക്കമുണ്ടാവുന്നു. അനുഭവിക്കേണ്ടത് സാധാരണ ജനങ്ങളാണ്. അതിലൂടെ സ്വജനപക്ഷപാതം, അഴിമതി, അക്രമം, അടി പിടി ഒക്കെ നടക്കുന്നു. അപ്പോൾ ഈ എൻ്റേത് ഞങ്ങളുടേത് എന്നുള്ളതായ ഈ ഭാവം വരുമ്പോൾ സമൂഹത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് ഗീത പറയുന്നത് മമതയരുത് എന്ന്. അപ്പോൾ മമതയരുതില്ലെങ്കിൽ പിന്നെ എന്താ വേണ്ടത്? സമതയാണ്. സമത്വ ബുദ്ധിയെക്കുറിച്ചാണ് ഭഗവാൻ എല്ലായിടത്തും പറയുന്നത്. സമദുഃഖ സുഖക്ഷമി എന്ന ഭാഗം പറയുന്നുണ്ട്. എല്ലാത്തിലും സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ജാത്മനി എന്ന് വേറെയും ഭാഗം പറയുന്നു. എല്ലാ ജീവജാലങ്ങളിലും സമത്വം കാണുക. ഈ സമഭാവനയെക്കുറിച്ചാണ് ഇത് പറയുന്നത്. ഇതിന് ഉത്തരം തേടിയാൽ നാം എത്തുന്നതോ വീണ്ടും ഒരു മമയിലേക്കാണ്. ആ മമ ഗീതയുടെ ഏറ്റവും അവസാനത്തെ ശ്ലോകത്തിലാണ് കാണുക. യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീവിജയോ ഭൂതിർ ധ്രുവാ നീതിർമതിർമമ എന്നാണ്. ഇതാണ് എൻ്റെ മമ. ഏറ്റവും അവസാനിക്കുന്ന രണ്ടക്ഷരം മമ എന്നാണ് എൻ്റെ അഭിപ്രായം. സഞ്ജയനാണ് പറയുന്നത്. സഞ്ജയൻ തന്നെയാണ് ആ ശ്ലോകത്തിൻ്റെ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്ന് ധൃതരാഷ്ട്രയുടെ ശ്ലോകം കേൾക്കുന്നത് സഞ്ജയനാണ്. സഞ്ജയനോടാണ് ചോദിക്കുന്നത്. സഞ്ജയൻ ആ ഭാഗത്ത് എവിടെയും ഒരു സാക്ഷി ഭാവത്തിൽ നിൽക്കുന്ന ആളാണ്. അദ്ദേഹം രണ്ടും കാണുന്നുണ്ട്. യുദ്ധവും കാണുന്നുണ്ട്, ധൃതരാഷ്ട്രയുടെ അവസ്ഥയും കാണുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നു, അവസാനമായിട്ട് എനിക്ക് തോന്നിയത് ഇതാണ്: എവിടെയാണോ യോഗേശ്വരനായ കൃഷ്ണനും ധനുർധരനായ ധർമ്മധീരനായ അർത്ഥനും ഉള്ളത്, അവിടെ ഐശ്വര്യവും നീതിയും വിജയവും ഉണ്ടാകുമെന്നാണ് എൻ്റെ ദൃഢമായ അഭിപ്രായം. മതി എന്നാൽ ബുദ്ധി എന്നാണ് അർത്ഥം. മതി എന്ന ബുദ്ധി എന്നുള്ള അർത്ഥം അതിനോട് മതമാവുന്നത് ഈ ബുദ്ധിയിൽ ഉദിക്കുന്ന ആശയങ്ങളെയാണ് മതമായി വരുന്നത്. മതം എന്നാൽ വാസ്തവത്തിൽ RELIGION എന്ന 8 അക്ഷരങ്ങളുള്ള ഒരു വാക്കല്ല. അത് ആ രീതിയിലുള്ള വാക്കല്ല ഇത്. ഈ വാക്ക് മതിയിൽ നിന്ന് ഉണ്ടാകുന്ന ശരിയായ വിവേകമാണ്. അങ്ങനെ ഒരു കാര്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഗീത അവസാനിക്കുന്നത്. സമതയുടെ ഇതാണ് റിലീജിയൻ്റെ ഇത് പറഞ്ഞാൽ പരസ്പരം. അപ്പോൾ അവിടെ വരുമ്പോഴും ഇത് തന്നെയാണ്, ഭേദബുദ്ധിയാണ് വരുന്നത്. സമഭാവനയുടെയും ജ്ഞാനശക്തിയുടെയും ഈശ്വരൻ നാഥനായ കൃഷ്ണനാണ്. സമഭാവനയുടെയും ജ്ഞാനശക്തിയുടെയും നാഥനാണ് കൃഷ്ണൻ. ആ കൃഷ്ണനും ധനുർധരനായ വിജയനും, കൃഷ്ണൻ്റെ കൂടെ ധനുർധരനായ ധീരനായ വിജയൻ അഥവാ അർജുനൻ, ഇവർ രണ്ടുപേരും എവിടെ ഒരുമിക്കുന്നുവോ അവിടെ എല്ലാവിധമായ ഐശ്വര്യവും ഉണ്ടാകും, വിജയമുണ്ടാകും. ഇതിൽ എനിക്ക് സംശയമില്ല എന്നാണ് സഞ്ജയൻ പറഞ്ഞു വയ്ക്കുന്നത്. ഇങ്ങനെ വരണമെങ്കിൽ സമബുദ്ധിക്ക് വളരെ ഏറെ പ്രാധാന്യമുണ്ട്. വെറുക്കരുത് എന്ന വിഷയത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് മമതയരുത് എന്ന് വരുന്നത്. ഇത് രണ്ടുമൊക്കെ ചേരുന്നതാണ് ഗീത ഉപദേശിക്കുന്നത്. വാസ്തവത്തിൽ ഇതാണ് ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന വസുധൈവ കുടുംബകം എന്ന തത്വത്തിലേക്ക് എത്തുന്നത്. ആ ലോകം ഒരു കുടുംബമാണ്. അങ്ങനെ എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ള കരുത്തിലേക്ക്, ആ ഒരു മാനസിക ഭാവത്തിലേക്ക് സകലരും ഉണരണമേ എന്നാണ് ഗീത ആവശ്യപ്പെടുന്നത്, ഭാരതം ആവശ്യപ്പെടുന്നത്. വസുധൈവ കുടുംബകം എന്ന ആ ശ്ലോകത്തിൻ്റെ ഇതിൽ മമത വരരുതെന്ന് പറയുന്നത്, അതിനെ ഞാൻ ഒന്നുകൂടി ചുരുക്കി പറയുന്നു. ഇതെൻ്റെ എൻ്റെ എന്നോതും മനസ്സേറെ ഇടുങ്ങിയോർ വിശാല മാനസന്മാർക്കോ ലോകമൊറ്റ കുടുംബമാം. ഈ അവസ്ഥയിലേക്ക് നാം ഉണരട്ടെ. ആത്മീയ കഥകളുടെ ഈ അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി കാണും വരെ ഏവർക്കും നമസ്കാരം.